തെക്കൻ തിരുവിതാംകൂറിൽ ചാന്നാർ വിഭാഗത്തിൽ തുടങ്ങി വെച്ച മാറുമറയ്ക്കൽ സമരം അത് തിരുവിതാംകൂറിൻ്റെ ഭാഗത്തേക്ക് എത്തിയപ്പോഴേക്കും മറ്റൊരു തരത്തിലാണ്. അവിടെ പുലയ സമൂഹങ്ങൾ മുതലുള്ള അല്ലെങ്കിൽ ആ വിഭാഗ സമുദായക്കാരൊക്കെ മാറുമറച്ചിരുന്നൊരു പ്രത്യേക രൂപത്തിലാണ്, കല്ലയും മാലയും ധരിച്ചുകൊണ്ട്. നമ്മുടെയൊക്കെ നാടുകളിൽ ഒരു പക്ഷേ ആ കല്ലയും മാല ഉണ്ടായിരുന്നു. ഈ പല കളറിലുള്ള കല്ലുമാലകൾ ഇങ്ങനെ നിറച്ച് അപ്പോൾ ഏറെക്കുറെ മറഞ്ഞു കിടക്കും. കുപ്പായം ഇല്ലെങ്കിൽ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ടാവും, അത് മറഞ്ഞു കിടക്കും. ഇതൊരു അടിമത്തത്തിൻ്റെ ലക്ഷണമാണ്. ഇത് ജാതീയമായ ഉച്ചനീചത്വങ്ങളാണ്. അവിടുത്തെ സ്ത്രീകൾ പറഞ്ഞു, ഞങ്ങളിത് ധരിക്കില്ല, കല്ലുമാല ധരിക്കില്ല. 1915 ഒക്ടോബർ മാസത്തിൽ പെരുന്നാട് കൊല്ലം ജില്ലയിലെ പെരുന്നാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ഈ കല്ലേയും മാലയും ധരിക്കില്ല എന്ന് പറഞ്ഞ സ്ത്രീകൾ സംഘടിക്കുകയും അത് വലിയ സംഘട്ടനത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തു. ഇവരിത് ധരിക്കില്ല എന്ന് പറഞ്ഞു. യാഥാസ്ഥിതികരായ ആളുകൾ ഇവരുമായി ബഹളമുണ്ടായി, കലാപമുണ്ടായി. ഇങ്ങനെ പോയാൽ സമാജം ഭിന്നിച്ചു പോകും, തല്ലുണ്ടാകും, വഴക്കുണ്ടാകും, അല്ലെ വലിയ രക്തച്ചൊരിച്ചിലുണ്ടാകും. അവിടെയാണ് മഹാത്മാ അയ്യങ്കാളി ഇടപെടുന്നത്. അയ്യങ്കാളി വളരെ കാര്യമായി ഇവരെ എല്ലാവരുമായി സംസാരിച്ചു. മാസങ്ങൾക്ക് ശേഷം ഡിസംബർ മാസത്തിൽ കൊല്ലം പീരങ്കി മൈതാനത്ത് അവിടെ സർക്കസ് കൂടാരം ഉണ്ടായിരുന്നു, തലശ്ശേരിക്കാരുടെ ഒരു സർക്കസ് കൂടാരം. ആ കൂടാരത്തിനകത്ത് അടുത്ത സമ്മേളനം വിളിച്ചു കൂട്ടുകയാണ്, കല്ലുമാല ബഹിഷ്കരിക്കാൻ വേണ്ടിയുള്ള സമ്മേളനം. അത് ആദ്യത്തെ പോലെ ലഹളയുണ്ടാകരുത്, കലാപമുണ്ടാകരുത്, പെരുന്നാട് ലഹള പോലെ ആകരുത് ഇത്. അതുകൊണ്ട് അയ്യങ്കാളി എന്ത് ചെയ്തു, ഉയർന്ന വിഭാഗക്കാരുമായി സംസാരിച്ചു. അങ്ങനെ NSSൻ്റെ നേതാവായിരുന്ന ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള അദ്ദേഹം ഈ യോഗത്തിൽ അധ്യക്ഷനാവാൻ തീരുമാനിച്ചു. ഏത് യോഗത്തിൽ? പുലയ സമുദായം കല്ലയും മാലയും ധരിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന സമ്മേളനത്തിൽ അധ്യക്ഷനാകാൻ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള തയ്യാറായി. ആ യോഗത്തിൽ വെച്ച് ചോദിച്ചു, ഈ കല്ലയും മാലയും മേലിൽ പുലയ സ്ത്രീകൾ ധരിക്കില്ല, ഇതെല്ലാവർക്കും സമ്മതമല്ലേ എന്ന് ചോദിച്ചപ്പോൾ സമ്മതമാണ് എന്ന് ആദ്യം പറഞ്ഞത് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള. പിന്നെ ആർക്കാ ആക്ഷേപം? NSSൻ്റെ നേതാവാണ്, ഇവരുടെ സമ്മതമാണ്. അവിടെ വെച്ചുകൊണ്ട് കൊയ്ത്തരിവാൾ കൊണ്ട് ഈ കല്ലയും മാലയൊക്കെ അറുത്ത് ആ വേദിയിൽ അങ്ങനെ കൂട്ടി എല്ലാവരും, മേലിൽ ഞങ്ങളിത് ധരിക്കില്ല. അതൊരു ചെറിയ കുന്നോളം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു, ഒരു കൂനയായിട്ട്. കാരണം അപ്പം അത്രയും അമ്മമാർ അന്ന് പങ്കെടുത്തു. അത്രയും അമ്മമാർ എന്ത് തന്നെ ഭീഷണി ഉണ്ടായാലും എന്ത് തന്നെ ഭവിഷ്യത്തുണ്ടായാലും പിന്മാറാതെ അത്രയും അമ്മമാർ അന്ന് പങ്കെടുത്തെങ്കിൽ സ്ത്രീ ശക്തി നിസ്സാരാണോ? നവോത്ഥാനത്തിൻ്റെ നാരീശക്തി. മറ്റവർക്കൊക്കെ പ്രസംഗിക്കാനല്ലേ പറ്റൂ? കല്ലിമാലും ധരിക്കരുതെന്ന് ഉത്തരവ് വന്നിട്ടില്ല, ഞങ്ങൾ ധരിക്കില്ല എന്ന് പറഞ്ഞ് അത് അറുത്തു കൂട്ടാൻ അത്രയും അമ്മമാരന്ന് വന്നെങ്കിൽ, സംഘടനയില്ലാതെ സംവിധാനമില്ലാതെ നമ്മൾ എന്തിനാ ഹിന്ദു സമൂഹത്തെ വിശ്വസിക്കണത്? ഈ ഹിന്ദുക്കളൊന്നും വിളിച്ചാൽ വരില്ല, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും, 4 ആൾ വന്നാൽ 3 ആൾ വരില്ല. ഈ നിരാശ നമ്മൾ ആദ്യം മാറ്റിയാൽ 1915 ഇത്രയും സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് കല്ലുമാല ബഹിഷ്കരിക്കാൻ ആയിരക്കണക്കിന് അമ്മമാരെ കിട്ടിയെങ്കിൽ, ചാന്നാർ ലഹള അല്ലെങ്കിൽ മേൽമുണ്ട് സമരം നടത്താൻ അന്ന് അമ്മമാരെ കിട്ടിയെങ്കിൽ, ആ അമ്മമാരുടെയൊക്കെ പിന്മുറക്കാരിലേക്കാണ് മഹിളാ ഐക്യവേദി ഇറങ്ങിച്ചെല്ലണത്.